നടൻ ബാല വീണ്ടും മാധ്യമങ്ങളിൽ നിറയുന്നു. ബാലയുടെ മുൻ ഭാര്യ നൽകിയ പരാതിയാണ് വീണ്ടും ബാലയെ വാർത്താകേന്ദ്രമാക്കിയത്. വഞ്ചനാകുറ്റത്തിനും വ്യാജരേഖ ചമച്ചതിനുമാണ് മുൻ ഭാര്യയുടെ പരാതിയിൽ ബാലയ്ക്കെതിരെ കേസെടുത്തത്. കടവന്ത്ര പോലീസാണ് കേസെടുത്തത്. ബാലയും മുൻ ഭാര്യയും തമ്മിലുള്ള വിവാഹ ഉടമ്പടിയിൽ മുൻ ഭാര്യയുടെ ഒപ്പ് വ്യാജമായി ഇട്ടുവെന്നാണ് പരാതിയിൽ പറയുന്നത്. ഉടമ്പടിയിലെ ഒരു പേജ് വ്യാജമായി നിർമ്മിച്ചതാണ്. ഉടമ്പടി പ്രകാരമുള്ള ഇൻഷുറൻസ് പ്രീമിയം അടച്ചിട്ടില്ല. വ്യാജരേഖ ചമച്ച് ഹൈക്കോടതിയെ ബാല തെറ്റിദ്ധരിപ്പിച്ചെന്നും പരാതിയിൽ പറയുന്നു. ഇതിൽ പ്രതികരണവുമായി ബാലയുമെത്തി. സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. തുടർച്ചയായി ഓരോന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കരുത് എന്നുമാണ് ബാല പറഞ്ഞത്. തനിക്കൊരു കുട്ടി പിറക്കാൻ പോകുന്നുവെന്നും ബാല വെളിപ്പെടുത്തി. ഇപ്പോൾ കോടതിയിൽ ഞാൻ വാക്ക് കൊടുത്തിരിക്കുകയാണ്. അതേപോലെ അറസ്റ്റായെന്ന് പോലീസിടത്തും ഞാൻ വാക്ക് കൊടുത്തിരിക്കുകയാണ്. ഞാൻ ഇനി ഇതിനെക്കുറിച്ച് ഒരിക്കലും പേരെടുത്ത് സംസാരിക്കില്ലെന്ന്. അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ വാക്ക് ഞാൻ പാലിക്കുന്നുണ്ട്. പിന്നെ കേസ് മേലെ കേസ് കൊടുത്ത് എൻ്റെ വായടച്ചിട്ട് മിണ്ടാതിരിക്കുന്നു പറഞ്ഞാൽ മറ്റവരെല്ലാവരും സംസാരിക്കുന്നു. ഞങ്ങൾക്കൊരു കുട്ടി വരാൻ വരും. അപ്പം ഞങ്ങളുടെ കുടുംബം നോക്കി ഞങ്ങൾ പോകുന്നതായിരിക്കും നല്ലത്. അവർക്ക് അർഹതപ്പെട്ടത് അവരവർക്ക് തീർച്ചയായിട്ടും കിട്ടും. അതിന് പിന്നാലെയാണ് രണ്ടാം ഭാര്യ എലിസബത്ത് ഉദയൻ ബാലയ്ക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. കിടപ്പുമുറിയിൽ വെച്ചുള്ള തന്റെ സ്വകാര്യ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്നും തന്നെ ബലാത്സംഗം ചെയ്യുമെന്നും തനിക്ക് വന്ധ്യതയുണ്ടെന്നുമൊക്കെ പരസ്യമായി ബാല പറയുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നുവെന്നും എലിസബത്ത് ഉദയൻ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു. പഴയ കാര്യങ്ങൾ വെളിപ്പെടുത്തുമെന്നും കിടപ്പുമുറിയിലുള്ള ബാലയുമൊത്തുള്ള തന്റെ സ്വകാര്യ വീഡിയോ പുറത്തുവിടുമെന്നും വിഷാദരോഗത്തിന് താൻ ഗുളികകൾ കഴിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് ബാല തന്നെ നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും എലിസബത്ത് പറയുന്നു. മാത്രമല്ല, മാനസികമായി ഒട്ടേറെ തവണ പീഡിപ്പിക്കുകയും ബലാത്സംഗം ചെയ്തതായും എലിസബത്ത് വെളിപ്പെടുത്തുന്നു. നിരവധി പെൺകുട്ടികളെ പലവിധത്തിലും ബാല വഞ്ചിച്ചിട്ടുണ്ട്. നിസ്സഹായതയും ഭയവും കാരണം പലപ്പോഴും കൈകൾ വിറച്ചിരുന്നതായും എലിസബത്ത് പറയുന്നു. ഞങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കണ്ടുമുട്ടിയത്. എന്നോടൊപ്പമുണ്ടായിരുന്ന സമയത്ത് അയാൾ മറ്റു പെൺകുട്ടികൾക്ക് അയച്ച സന്ദേശങ്ങളും വോയിസ് ക്ലിപ്പുകളും ഇപ്പോഴും എൻ്റെ പക്കലുണ്ട്. അയാൾ എങ്ങനെ വീണ്ടും വിവാഹം കഴിച്ചുവെന്ന് എനിക്കറിയില്ല. അയാൾ ആളുകളെ ക്ഷണിച്ച് എന്നെ വിവാഹം ചെയ്തു. അത് പോലീസിന്റെ മുമ്പാകെയാണ് ചെയ്തത്. ജാതകത്തിലെ പ്രശ്നം കാരണം 41 വയസ്സിന് ശേഷമേ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ കഴിയൂ എന്ന് അദ്ദേഹവും അമ്മയും എന്നോട് പറഞ്ഞു. അദ്ദേഹം എന്നെയും എൻ്റെ കുടുംബത്തെയും മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിരുന്നു. മുൻകാല അനുഭവങ്ങൾ കാരണം ഞാൻ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ഗുണ്ടകളെയും ഭയപ്പെട്ട് ജീവിക്കുകയാണ്. ഇത് തുടർന്നാൽ അദ്ദേഹത്തിനെതിരെ കേസ് ഫയൽ ചെയ്യുമെന്നും എലിസബത്ത് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ കുറിച്ചു.